Hi, dear friends. അപ്പോൾ കണ്ടതുപോലെ ബട്ടൂറ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എടുത്തത് 200 ഗ്രാം മൈദ. ഇനി മൈദയിലോട്ട് ആവശ്യമായി 75 ഗ്രാം റവ, ഒരു 1/4 ഗ്ലാസ്, ഒരു 7 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കുക, ഒരു 2 മിനിറ്റ് നേരം. റവയും വെള്ളം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മൈദയിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം, ഒരു ചെറിയ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഉപ്പ് ചേർക്കാം. ഇനി റവ കുതിർത്തി വെച്ചത് മൈദയിലോട്ട് ചേർത്ത് അത്യാവശ്യം കുതിർന്നല്ലോ. ഇനി മൈദയിലോട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തു. ഇനിയൊരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ, എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് കുഴച്ചെടുക്കാം. മൂടി ഇരിക്കട്ടെ അത്. അപ്പം ഇതിനി അടുത്ത ഇതിൽ കുഴച്ചെടുക്കാം. ഇട്ട ഷുഗറൊക്കെ ഇങ്ങനെ മെൽട്ടാകുന്നതേ ഉള്ളൂ. മാവ് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തു. ഒരു 20 മിനിറ്റ് നേരത്തോളം കുഴച്ചെടുത്തു. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി. ഇതൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വേഗം കുഴച്ചു എടുത്തു. ഇപ്പോൾ എന്താ മാറ്റം, നമ്മുടെ ആരാണ് ജാനെടുത്തിയും കുമാരേട്ടനും പറയണ പോലെ ഓയ് കാലത്തിൻ്റെ ഒരു പോക്കേ എന്ന് പറഞ്ഞ പോലെയാണ് പൂരി ഉണ്ടാക്കാൻ. വേഗം കുഴച്ചു എടുത്തു ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ഇതിങ്ങനെ കുഴച്ചെടുത്തു. ഇനി പരത്തി പൂരി ഉണ്ടാക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എത്ര ഇത് വേണോ. ഇനി ഇതും വേണമെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഞെക്കി ആക്കി കുഴച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. മതി. ഇത് നല്ലതുപോലെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതേ ഇത്ര എടുത്താണ്. അത് പരത്തി വലുതാണെങ്കിൽ ഞാൻ വീണ്ടും ചെറുതാക്കും. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ പരത്തിയെടുത്ത് ഏറ്റവും കനം കുറച്ച് പരത്താതെ ഒരു വലിപ്പ സൈസിൽ, ചപ്പാത്തിയുടെ അത്ര അങ്ങ് വലുതാക്കിയില്ല. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണയിലിടാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി. അപ്പോൾ നമുക്ക് പൂരി ഒന്ന് കയ്യിൽ ഒന്നിങ്ങനെ തട്ടിച്ചു കൊടുത്താലില്ലേ, ഒന്ന് തൊട്ട് കൊടുത്താൽ അത് പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളി വരും. മറിയൻ്റെ പൂരിയെ കുറച്ചുകൂടി ഒന്ന് കളർ വരണം. അപ്പോൾ ഇതായി നല്ല പപ്പടം പോലുള്ള പൂരി, ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള പൂരി റെഡി. ഇതുപോലെ എല്ലാതും
ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നമുക്ക് എടുക്കാം. ഇതും എടുക്കാം. നമുക്കിനി അടുത്തതിടാം. അതും നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം. അപ്പോൾ പൊരിയുടെ കൂടെ അല്പം ചന മസാല കൂടെ ആവുമ്പോൾ ഉഷാറായി കാര്യം. നല്ല ഭട്ടൂരയായി വന്നു കണ്ടോ. ഓക്കേ.